ഏറ്റവും ഒടുവിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇറാന്റെ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. മധ്യ ഇറാനിലാണ് ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആണവ നിലയം ആക്രമിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് ആശങ്കയുളവാക്കുന്നതാണ്. നിലവിൽ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇറാന്റെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നടാൻസിലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെയും ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഇന്ന് വൈകുന്നേരം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആയത്തുള്ള അലി ഖമേനിയുടെ ഭാര്യ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ദേശീയ ഏജൻസികൾ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ ഖമേനി കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിൽ തന്നെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇക്കാര്യം മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ടെഹ്റാനിൽ ഇറാനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വ്യോമാക്രമണം തുടരുന്നു എന്നത് തന്നെയാണ് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാനിലെ ഖൊറാമാബാദിൽ ഇന്ന് US-ന്റെ ആക്രമണമുണ്ടായി. ഇതിൽ 5 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇറാനിലെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഇറാനിൽ ആണവായുധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ നിലപാട്. ആ അമേരിക്കയുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട അരുൺ ചോദിച്ചതിലെ ഒരു വശം ലെബനനിലേക്കുള്ള കടന്നുകയറ്റമാണ്. ലെബനനിലേക്ക് കടന്നുകയറാൻ വടക്കൻ മേഖലയിൽ നമുക്കറിയുന്നത് പോലെ ഇസ്രയേലിന്റെ മുകൾ ഭാഗത്താണ് ലെബനൻ വരുന്നത്. ലെബനനിലാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനം നടക്കുന്നത്. ഹിസ്ബുള്ള ഇറാനെ പിന്തുണയ്ക്കുകയും ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനിൽ ആക്രമണം തുടരുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ബെയ്റൂത്താണ് ലെബനന്റെ തലസ്ഥാനം. ബെയ്റൂത്തിൽ വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അവസാന മിനിറ്റുകളിലെ റിപ്പോർട്ട്. വലിയ ശബ്ദം കേൾക്കുന്നുവെന്നും ആകാശത്തേക്ക് പുകച്ചുരുളുകൾ ഉയരുന്നതായുമുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലേക്കും ലെബനനിലേക്കുമുള്ള ആക്രമണം തുടരുന്നു, വ്യോമാക്രമണം തുടരുന്നു എന്ന് തന്നെ US-ഉം ഇസ്രയേലും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണവും നമുക്ക് മാറ്റിവെക്കാനാകുന്നതല്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളത് പോലെ തന്നെ ഇസ്രയേലിലേക്കും ആക്രമണങ്ങൾ നടക്കുന്നു. ബീർശബയിൽ സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. തെക്കൻ ഇസ്രയേലിലും ഇറാന്റെ ആക്രമണമുണ്ടായി. ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തങ്ങൾ ലക്ഷ്യമിട്ടു എന്ന ഒരു അവകാശവാദം ഇറാൻ സൈനിക വിഭാഗത്തിൻ്റെതായി പുറത്തു വരുന്നു. ഈ വിധത്തിൽ ഇന്ന് പകൽ മുഴുവൻ നമ്മൾ കേട്ട വാർത്ത വ്യോമാക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെതുമാണ്. അതിനിടെ ഇറാന്റെ പ്രതിരോധ മന്ത്രിയെ വധിച്ചു ഖമേനിക്കൊപ്പം എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. പകരം പ്രതിരോധ മന്ത്രിയെ നിയോഗിച്ചിരിക്കുകയാണ്. മാജിദ് ബിൻ അൽ റേസ എന്ന നേതാവിനെ, സൈനിക നേതാവാണ്, അദ്ദേഹത്തെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയോഗിച്ചിരിക്കുന്നു. ഏതായാലും ഇറാൻ സർവ്വവും കോപ്പുകൂട്ടിക്കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു. യുദ്ധം എത്ര കാലം പോയാലും തങ്ങൾ അതിന് തയ്യാറാണ് എന്ന നിലപാട് ഇറാൻ എടുക്കുമ്പോൾ യുദ്ധം നീട്ടിക്കൊണ്ടു പോകില്ല എന്ന് ട്രംപും പറയുന്നു. ഇത് എവിടെ അവസാനിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മധ്യസ്ഥ ചർച്ചകൾ വേണമെന്ന ആവശ്യം പല രാജ്യങ്ങളും ഉയർത്തുന്നുമുണ്ട്. അരുൺ,